നമ്മളെ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ മക്കൾ അവരുടെ പപ്പയുടെ കൂടെ കളിക്കണത്, ചിരിക്കണത്, ഉറങ്ങണത് എല്ലാ വിധത്തിലുള്ള വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും അവർ പോലും അറിയാണ്ട് നമ്മളത് എടുത്തു വെക്കും അല്ലേ. പക്ഷേ നേരെ തിരിച്ചാണെങ്കിലോ, നമ്മുടെ കൂടെ മക്കൾ കളിക്കണതും ചിരിക്കണതും ഉറങ്ങണതും ഒന്നും എടുത്തു തരാനോ ഫോട്ടോ എടുത്തു തരാനോ വീഡിയോ എടുത്തു തരാനോ ആ സമയത്ത് ഒരു മനുഷ്യക്കുഞ്ഞും കാണില്ല. അതായത് നമ്മൾ പറഞ്ഞിട്ടെടുക്കണതും പറയാണ്ടെടുക്കണതും വേറെയല്ലേ. ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് പോസ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് വരിക. അതല്ലാണ്ട് നമ്മൾ അവരുടെ കൂടെ കളിക്കണതും ചിരിക്കണതും ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അല്ലേ. നമുക്കത് എടുത്തരാനായിട്ട് ആരും ഉണ്ടാവില്ല. പറഞ്ഞിട്ട് എടുത്തരാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പറയാനെടുത്തരാനായിട്ട് ഒരാളുമില്ല. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചനും പിള്ളേരും കൂടെ കളിക്കണ സമയത്ത് എനിക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ഞാൻ ഫോണും കൊണ്ടുപോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. പക്ഷേ എൻ്റെ കൂടെയുള്ള പിള്ളേരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അതൊന്നല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ഒന്നല്ലെങ്കിൽ ഐശ്വര്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചാച്ചൻ്റെ അടുത്തൊക്കെ എടുത്തു തരാൻ പറയുന്ന ഫോട്ടോസ് ആയിരിക്കും. അതല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. ചുരുക്കം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് പൊതുവേ അമ്മമാരുടെ കയ്യിൽ അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറവായിരിക്കും. അതായത് അമ്മമാരുടെ കൂടെ പിള്ളേർ കളിക്കുന്നതും ചിരിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വട്ടായി തോന്നിയേക്കാം, പക്ഷെ അതൊരു ഫാക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബൈ ദ വേ, ഇന്നെൻ്റെ കിച്ചൺ റീസെറ്റാണ്. അതിൻ്റെ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു തത്വം പറഞ്ഞത്. തത്വമായിട്ടൊന്നും കരുതണ്ട കേട്ടോ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ വിളിച്ചു പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, മലയാളികൾ മാത്രമല്ല പൊതുവെ എല്ലാവരുടെയും സ്വഭാവമാണെന്ന് തോന്നുന്നുണ്ട് ഈ കുപ്പിപ്പാട്ടൊക്കെ പറക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കില്ല. അതായത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇതേപോലെ കൂനക്കൂട്ടി വെക്കും. എന്നിട്ട് അതിൽ ചിലപ്പോൾ എടുത്തുനിന്ന് തന്നെ വരില്ല, അത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ ഞാനും സൂക്ഷിച്ച് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അതിൽ നിന്ന് കുറേയൊക്കെ എനിക്ക് എടുത്ത് കളയേണ്ടി വന്നു. കാരണം കുറേ എണ്ണത്തിൻ്റെ മോൾഭാഗവും ഇല്ല, അടിഭാഗവും ഇല്ല, എന്തൊക്കെയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം അങ്ങോട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, കുറേ ഒന്നും എനിക്ക് കളയാനായിട്ട് അങ്ങ് തോന്നുന്നുണ്ടായിരുന്നില്ല. അവസാനം മൊത്തത്തിൽ അങ്ങ് കിച്ചൺ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചാച്ചൻ്റെ കുറേ പ്രോട്ടീൻ പൗഡറിൻ്റെ ടിന്നുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ മുകളിൽ അങ്ങനെ തന്നെ വെച്ചു. കാരണം അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും എനിക്കിപ്പില്ല. കുറേയൊക്കെ ഞാനിങ്ങനെ അരിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ബാലൻസ് വന്നതാണ് ഞാൻ മുകളിലെടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോഴത്തേക്കും ചാച്ചന് പോവാറായി. അങ്ങനെ ചാച്ചന് ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടുന്ന സമയത്ത് എനിക്ക് തരാനുള്ള സംഭവം തന്നില്ല. അങ്ങനെ മറന്നു പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. അത് തരാണ്ട് വിടാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മളുടെ ടീച്ചറമ്മ ഏതപ്പല പഠിപ്പിക്കാനിരുന്നു. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു കേട്ടോ. ടീച്ചറായതിന് ശേഷമാണ് അമ്മ കോളേജിലെ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തത്. അങ്ങനെ അവൻ്റെ പഠിത്തം കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂടെ കുറേ കിന്നരിക്കാൻ വന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ.